നമസ്തേ. യുഗപുരുഷനായ ഭഗവാൻ കൃഷ്ണൻ. കൃഷ്ണനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പലപ്പോഴും നമ്മളുടെയൊക്കെ മനസ്സിൽ ഓടിക്കളിച്ച് നടക്കുന്ന കുഞ്ഞു കുട്ടിയായിരിക്കുന്ന ഒരു കൃഷ്ണനെയാണ് നമുക്ക് ഏവർക്കും സുപരിചിതമായിട്ടുള്ളത്. അങ്ങനെ കൃഷ്ണന്റെ കളികളിലും കൃഷ്ണന്റെ ലീലകളിലും എല്ലാം തന്നെ നമ്മൾ വ്യാപൃതമായി പോയപ്പോൾ കൃഷ്ണൻ നമ്മളെ പഠിപ്പിച്ചതായിരിക്കുന്ന പ്രായോഗിക തലത്തിനെ നമ്മൾ പലപ്പോഴും വിസ്മരിച്ചു എന്ന് പറയാം. അല്ലെങ്കിൽ ആവശ്യത്തിലധികമായിട്ട് അമാനുഷികതകളൊക്കെ തന്നെ കൽപ്പിച്ചപ്പോൾ അദ്ദേഹത്തിനെ നമ്മൾ ശ്രീകോവിലിൽ മാത്രം ഇരുത്തി, അല്ലെങ്കിൽ ഒരു വെണ്ണക്കള്ളനായ ഒരു കൃഷ്ണനെ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. എന്നാൽ നമ്മളെ ജീവിക്കാൻ പഠിപ്പിച്ച ഒരു കൃഷ്ണനുണ്ട്. ആ ജീവിക്കാൻ പഠിപ്പിച്ച കൃഷ്ണനെ നമുക്കൊന്ന് പെട്ടെന്നൊന്ന് ചിന്തിച്ച് നോക്കാം. എണ്ണിയാലൊടുങ്ങാത്ത കാര്യങ്ങളാണ് കൃഷ്ണനിലുള്ളത്. കാരണം കൃഷ്ണൻ എത്ര വാക്കുകൾ കൊണ്ട് നമ്മൾ അദ്ദേഹത്തെ പ്രകീർത്തിക്കാനോ വർണ്ണിക്കാനോ ശ്രമിച്ചാൽ പോലും നടക്കില്ല. എന്നാൽ ചെറിയൊരു ഉദ്യമം നമുക്കൊന്ന് നോക്കാം. പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്നത്, ഭഗവാൻ കൃഷ്ണനെ സംബന്ധിച്ച് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ കൃഷ്ണൻ എപ്പോഴും മാറ്റത്തെ ഉൾക്കൊണ്ട ഒരു ആളാണ്. അദ്ദേഹത്തിന്റെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടായാലും അദ്ദേഹത്തിന്റെ ജീവിത യാത്രകൾ കൊണ്ടായാലും എല്ലാം തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു മനുഷ്യരോടും ഞാൻ കണ്ടിടത്തോളം എനിക്ക് മനസ്സിലായി, ജീവിതത്തിൽ അദ്ദേഹത്തിന് ആരോടും ഒരു സെന്റിമെന്റ്സും ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന് കമ്മിറ്റ്മെന്റുകൾ മാത്രമാണ് ഉള്ളത്. തൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയാക്കി ചെയ്യുക. ജനിച്ച നിമിഷം തന്നെ സ്വന്തം അമ്മയുടെയും അച്ഛൻ്റെ അടുത്ത് നിന്ന് മാറ്റപ്പെട്ട കൃഷ്ണൻ പിന്നീട് നമ്മൾ കാണുന്നുണ്ട് അദ്ദേഹത്തിന്റെ ജീവിത യാത്രകളിൽ മുഴുവൻ സന്ധിയില്ലാതെ ജീവിതത്തിന്റെ ഓരോ സമരങ്ങളോടും സമരസപ്പെട്ടവനാണ് സാക്ഷാൽ കൃഷ്ണൻ. ആ സന്ധിയില്ലാതെ സമരം ചെയ്യുകയാണ് ചെയ്തത്. അദ്ദേഹം തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മുഴുവൻ യാത്രകൾ ചെയ്തിരുന്നത്. അദ്ദേഹം ആരെയും കൂട്ടിക്കൊണ്ട് പോയിട്ടില്ല. എപ്പോഴും നമ്മൾ നോക്കൂ, കുട്ടിയായിരുന്ന സമയം പൂതനയിൽ നിന്ന് തുടങ്ങി നമ്മൾ അദ്ദേഹത്തിന്റെ സ്വധാമം വരെയുള്ള സമയം, അഥവാ അദ്ദേഹത്തിന്റെ മരണം വരെയുള്ള സമയം നമ്മൾ എടുത്തു നോക്കിക്കഴിയുമ്പോൾ അദ്ദേഹം എപ്പോഴും ഒറ്റയ്ക്ക് തന്നെയായിരുന്നു സഞ്ചരിച്ചിരുന്നത്. അപ്പൊ ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തിനെയും യാഥാർത്ഥ്യബോധത്തെയും വേണ്ടുവണ്ണം വിധത്തിൽ ഉൾക്കൊണ്ട് ജീവിതത്തിൽ മാറ്റങ്ങളാണ് പ്രധാനം. ഒരിക്കലും നമുക്കറിയാം, പ്രകൃതിയിൽ മാറ്റമില്ലാത്ത ഒരു നിയമമായിട്ട് അന്നും ഇന്നും നിലനിൽക്കുന്നത്. അപ്പൊ ആ മാറ്റത്തെ വേണ്ടുവണ്ണം വിധത്തിൽ ഉൾക്കൊണ്ടു. പലപ്പോഴും നമ്മൾ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെ ആൾക്കാർ പറഞ്ഞു, പണ്ട് ഇങ്ങനെ അല്ലായിരുന്നല്ലോ, പണ്ട് അങ്ങനെ ആയിരുന്നല്ലോ. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, നമുക്ക് ഒരു 20 കൊല്ലങ്ങൾക്ക് മുമ്പ്, അല്ലെ ഒരു 25 കൊല്ലങ്ങൾക്ക് മുമ്പൊന്നും തന്നെ 25 കൊല്ലങ്ങൾക്ക് മുമ്പ് നമുക്കാർക്ക് ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന സാധനത്തെ കുറിച്ച് അറിയത്ത് പോലും ഇല്ല. ഇന്നിപ്പോ അറിവ്, നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ മൊബൈലിലൂടെയാണ് ചെയ്യുന്നത്. നമുക്ക് ഗവൺമെന്റിന്റെ കാര്യങ്ങൾ, നമ്മളും ഗവൺമെന്റും തമ്മിലുള്ള സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ഫുൾ കംപ്ലീറ്റ് മൊബൈൽ ആപ്പുകൾ വഴിയായി. എന്തിനേറെ പറയുന്നു, നമ്മളൊരു വഴിയോര കച്ചവടക്കാരൻ്റെ അടുത്തുനിന്ന് സാധനം വാങ്ങണമെങ്കിൽ പോലും ജസ്റ്റ് നമ്മുടെ QR കോഡ് നമ്മുടെ മൊബൈലിൽ വെച്ച് നമുക്ക് സ്കാൻ ചെയ്ത് വെച്ചാൽ മതി, അല്ലെ? കയ്യിൽ കറൻസി പോലും എടുക്കേണ്ടാത്ത അവസ്ഥയിൽ ലോകം മാറി. അപ്പൊ ഇതിനെയൊക്കെ നമ്മൾ ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറ്റങ്ങളും പരിവർത്തനങ്ങളും വരുത്തിയപ്പോൾ നമ്മൾ മാറ്റാതെയും നമ്മൾ ഉൾക്കൊള്ളാതെയും പോയത് പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. ഭഗവാൻ കൃഷ്ണൻ നമ്മളെ പഠിപ്പിച്ചതായിരിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് മാറ്റത്തെ ഉൾക്കൊള്ളുക. ആ മാറ്റത്തെ ഉൾക്കൊള്ളുക എന്ന് പറയുമ്പോൾ ഈശ്വരീയമായിരിക്കുന്ന കാര്യത്തിൽ ഉൾപ്പെടെയാണ് ആ മാറ്റങ്ങളെ ഉൾക്കൊള്ളേണ്ടത്. ഇപ്പം ഇൻസ്റ്റന്റായി എല്ലാ കാര്യങ്ങളും കിട്ടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പലപ്പോഴും സോഷ്യൽ മീഡിയയിലടക്കം നമ്മൾ കാണുന്നുണ്ട്, ഇഷ്ടംപോലെ മന്ത്രങ്ങൾ കൊടുക്കുന്നു, ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. ഇതെല്ലാം വാങ്ങിക്കാൻ വേണ്ടി ശിഷ്യന്മാർ ഗുരുക്കന്മാരെല്ലാം തന്നെ ഭയങ്കര തിരക്ക്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എനിക്ക് പലപ്പോഴും തോന്നുന്നത്, മാറ്റങ്ങളെ ഉൾക്കൊള്ളുക നല്ലതിനെയൊക്കെ തന്നെ എന്തിനാ നമ്മൾ വേണ്ട എന്ന് വെക്കുക. അപ്പോൾ മാറ്റങ്ങളെ ഉൾക്കൊള്ളുക, നമുക്ക് നല്ലൊരു ജീവിത സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിലെ 99.99% പ്രശ്നങ്ങളും അവിടെ തീരുകയാണ്. അതപ്പോ ഏവർക്കും സാധ്യമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ, തിരുവഞ്ചിക്കുളത്തപ്പൻ അനുഗ്രഹിക്കട്ടെ. ഓം നമഃ ശിവായ.